Module 2, Section 4.4, Coordinates and Bases. Let V be a vector space of dimension n. Then a set of vectors S equals set V1, V2, etc. Vn is called a basis for the vector space if S spans V and S is linearly independent. ആദ്യത്തെ കാര്യം എസ് സ്പാൻസ് വി എന്ന് പറഞ്ഞാൽ എസിൻ്റെ സ്പാൻ വി ആയിരിക്കും എന്ന് പറഞ്ഞാൽ സ്പാൻ എസ് ഈക്വൽ ടു വി. സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷനും. അപ്പോൾ എസ്സിലുള്ള വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? V1, V2, എക്സെട്ര Vn. ഇവയുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനോട് സ്കേലാസ് കൂട്ടിച്ചേർക്കും. C1, C2, എക്സെട്ര Cn കൂട്ടിച്ചേർത്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn. അതാണ് ഒരു ലീനിയർ കോമ്പിനേഷൻ. ഇതിൽ ഈ പറയുന്ന വെക്റ്റേഴ്സ് ഫിക്സഡ് ആണ്. V1, V2, എക്സെട്ര Vn എന്ന് പറഞ്ഞാൽ ഗിവൺ വെക്റ്റേഴ്സ് ആണ്. പക്ഷേ C1, C2, എക്സെട്ര Cn എന്ന് പറഞ്ഞാൽ സ്കേലാസ് ആണ്. ചിലപ്പോൾ സാധാരണ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതുകൊണ്ട് കുറേ കോമ്പിനേഷൻ കിട്ടും. അങ്ങനെ സെറ്റ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഇങ്ങനെ V1, V2, എക്സെട്ര Vn ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന എല്ലാ കോമ്പിനേഷൻസും അങ്ങനെ പുതിയ പുതിയ കുറേ എലമെൻറ്റ്സ് അല്ലെ വെക്റ്റേഴ്സ് കിട്ടും. അതിന് മൊത്തത്തിലാണ് സ്പാൻ എസ് എന്ന് പറയുന്നത്. അത് ബി ആയിരിക്കണം. അതാണ് അതിൻ്റെ മീനിങ്. സ്പാൻ എസ് ഈക്വൽ ടു ബി ആവും. അല്ലെങ്കിൽ എസ് സ്പാൻസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതാണ്. വേറൊന്ന് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള കാര്യം. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ ആ കോമ്പിനേഷൻ ഉപയോഗിച്ചുള്ള സ്കേലാർസ് എല്ലാം 0 ആയിരിക്കണം. അതായത് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ അവിടെ ഉപയോഗിച്ചുള്ള സ്കേലാർസ് എല്ലാം 0 ആയിരിക്കണം. C1, C2, എക്സെട്ര Cn എല്ലാം 0 ആയിരിക്കണം. വേറൊരു പോം വഴിയില്ല. അങ്ങനെ വരാവൂ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ത്? എസ് അല്ലെങ്കിൽ V1, V2, എക്സെട്ര Vn എന്ന് പറയുന്ന വെക്റ്റേഴ്സ്. ഇങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസ് ഒരു സെറ്റിനുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ബേസിസ് ആണെന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് ബേസിസുള്ള എലമെൻസിൻ്റെ എണ്ണം എന്തായാലും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. മനസ്സിലായി? ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അതായത് സ്പേസിൻ്റെ ഡയമെൻഷൻ, വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഡയമെൻഷൻ n ആണെങ്കിൽ ബേസിസിൽ n വെക്റ്റേഴ്സ് ഉണ്ടാവും. V1, V2, എക്സെട്ര Vn. ഇങ്ങനെ ഒരു ബേസിസ് മാത്രമൊന്നുമല്ല ഉണ്ടാവും, വേറെയും ബേസിസൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് R⁻n R അറിയാം, R² അറിയാം, R³ അറിയാം, അതുപോലെയല്ല R⁻n ജനറലായിട്ട് പറഞ്ഞാൽ അതിന് ഡയമെൻഷൻ n ആണ്. അപ്പോൾ അതിന് ബേസിസിൽ n വെക്റ്റേഴ്സ് ഉണ്ട്. എന്തായിരിക്കും ഇതിലുള്ള വെക്റ്റേഴ്സ് പറഞ്ഞാൽ അല്ലെങ്കിൽ എലമെൻറ്റ്സ് പറഞ്ഞാൽ R⁻n എലമെൻറ്റ്സ് എന്തായിരിക്കും? n ടപ്പിൾസ് ആയിരിക്കും അല്ലേ? n വാല്യൂസ് ഉള്ളൊരു ടപ്പിളായിരിക്കും n ടപ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള n ടപ്പിൾസ് ആയിരിക്കും. n നമ്പേഴ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ n ടപ്പിൾ എന്ന് പറയും. അങ്ങനെയുള്ളതാണ് അതിലെ എലമെൻറ്റ്സ് ഉണ്ടാവും R⁻n. അങ്ങനെ നമുക്ക് n വെക്റ്റേഴ്സ് കിട്ടും. കാരണം ഡയമെൻഷൻ n ആണ്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ വെക്റ്റേഴ്സ് ഉണ്ട്. E1 ഇത് പർട്ടിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സാണ്. 1 0 0 0 ആദ്യത്തെ പ്ലേസിൽ 1 വരുന്നത്. ഇതുപോലെ രണ്ടാമത്തെ പ്ലേസിൽ മാത്രം 1, ബാക്കിയെല്ലാം 0 വരുന്നത് E2. അങ്ങനെ nth പ്ലേസിൽ മാത്രം 1 വരിക, ബാക്കിയെല്ലാം 0 വരെ En. ഇങ്ങനെ n വെക്റ്റേഴ്സ് ഉണ്ട്. ഈ n വെക്റ്റേഴ്സ് ഡയമെൻഷൻ ഓഫ് R⁻n ആണ്. അപ്പോൾ ഇതൊരു ബേസിസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ബേസിസ് ആണ്. ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയും. കാരണം ഈ പർട്ടിക്കുലറായിട്ട് ഈ തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള വെക്റ്റേഴ്സാണിത്. കാരണം നമുക്ക് E1 ആണെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ 1, ബാക്കിയെല്ലാം 0. E2 ആണ് സെക്കൻഡ് പ്ലേസിൽ 1, ബാക്കിയെല്ലാം 0. ഇങ്ങനെ n വെക്റ്റേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇതൊരു ബേസിസ് ആയിരിക്കും. ഇത് നമ്മൾ പറയും സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയും. പർട്ടിക്കുലറായിട്ട് നോക്കുകയാണെങ്കിൽ R² എന്തായിരിക്കും? R² എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനാണ്. R² എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ. അപ്പോൾ അതിന് ബേസിസ് 2 എലമെൻ്റേ ഉള്ളൂ. എന്തൊക്കെയാണ്? E1 E2. അതെന്തായിരിക്കും? ഓർഡേർഡ് പേയേഴ്സ് ആയിരിക്കും. 2 ടപ്പിൾ 2 വീതമുള്ള പേയേഴ്സ്. അതിൽ ആദ്യം 1 വരുന്നത്, ബാക്കി 0 വരുന്നത് അത് E1 എന്ന് പറയും. രണ്ടാമത് 1 വരുന്നത്, ബാക്കി 0 വരുന്നത് E2 എന്ന് പറയും. ഇത് സ്റ്റാൻഡേർഡ് ബേസിസോ R² ആണ്. ഇതുപോലെ R³ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ. n 3 ആണ്. അപ്പോൾ 3 വെക്റ്റേഴ്സ് വേണം ബേസിസിൽ. ഈ പ്രത്യേക തരത്തിലുള്ള വെക്റ്റേഴ്സ്, അതായത് 1 0 0 അതാണ് E1. അടുത്തത് 0 1 0, ഇത് 0 0 1. ഇത് R³ ഒരു ബേസിസാണ്. ഓക്കെ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിത് പ്രൂവ് ചെയ്യാം. E1 E2 E3 ഫോംസ് എ ബേസിസ് ഫോർ R³ എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സെറ്റിനെ S എന്ന് എടുക്കാം. ലെറ്റ് S ഈക്വൽ ടു സെറ്റ് E1 E2 E3.
രണ്ട് കാര്യം പ്രൂവ് ചെയ്യണം. ബേസിസ് ആണ് പ്രൂവ് ചെയ്യാൻ ഈ സ്പാൻ എസ് ആർ ക്യൂബ് ആണെന്നും അതുപോലെ ഈ എസ്സിൽ എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ട് കാര്യം പറയണം. അപ്പോൾ സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻ. അപ്പോൾ C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3. ഇതിൽ E1 E2 E3 ഗിവൺ ആണ്, മാറൂല. പക്ഷേ C1 C2 C3 നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം, ഏത് റിയൽ നമ്പേഴ്സ് എടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. E1ൻ്റെ വാല്യൂ കൊടുക്കുക 1 0 0, E2 0 1 0, E3 0 0 1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് വീണ്ടും ഒരു നമ്പറാവും. ഇതുപോലെ തന്നെ ഒരു നമ്പറാവും. E1 E2 E3 വരെ 3 ടപ്പിൾ ആവും. അതെങ്ങനെയാണ് വരിക? സിംപ്ലിഫൈ ചെയ്താൽ നമുക്കറിയാം അത് C1 C2 C3 ആയിരിക്കും. ഇതെല്ലാം C1 C2 C3 എടുക്കുക റിയൽ നമ്പേഴ്സ്. അങ്ങനെ എല്ലാ C1 C2 C3 റിയൽ നമ്പേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ 3 ടപ്പിൾ ഫോം ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്പേസാണ് ആർ ക്യൂബ് അല്ലേ? ആർ ക്യൂബാണല്ലോ. ഇങ്ങനെ 3 നമ്പേഴ്സ് 3 ടപ്പിളാണ്. അതിൻ്റെ ഓരോ നമ്പറും റിയൽ നമ്പറായിട്ട് വരുന്ന സെറ്റ് ഓഫ് ഓൾ സച്ച് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ക്യൂബാണ്. അപ്പോൾ സ്പാൻ എസ് ആർ ക്യൂബ് തെറ്റി. ഇനി രണ്ടാമതൊരു കാര്യം, പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് പ്രൂവ് ചെയ്യണം എസ്. അതിനെന്ത് ചെയ്യും? ലെറ്റ് C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3 കൂടെ 0 എന്ന് എടുക്കും. അപ്പോൾ വാല്യൂ കൊടുക്കുക. C1 × 1 0 0, C2 × 0 1 0, C3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കുന്നത് 0 0 0. അപ്പോൾ രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ C1 C2 C3 ആയിരിക്കും, ഇപ്പുറത്ത് 0 0 0 ആയിരിക്കും. കമ്പയർ ചെയ്യുമ്പോൾ C1 0, C2 0, C3 0. അപ്പോൾ അങ്ങനെ C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3 ഈക്വൽ 0 എന്ന് പറയുമ്പോൾ അതിനുപയോഗിച്ച സ്കേലാസ് 0 മാത്രമേ വരൂ എങ്കിൽ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ E1 E2 E3 എന്ന് പറഞ്ഞ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എസ് സ്പാൻസ് ആർ ക്യൂബാണ്. എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എസ് എന്ന് പറഞ്ഞാൽ ആർ ക്യൂബിൻ്റെ ഒരു ബേസിസാണ്. എസ് ഈസ് എ ബേസിസ് ഫോർ ആർ ക്യൂബ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ തന്നെ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വെക്ടർ സ്പേസ് Pn ആണ്. ക്യാപിറ്റൽ ലെറ്റർ P താഴെ സഫിക്സ് ആയിട്ട് n എഴുതും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ ഡിഗ്രി വരുന്ന എല്ലാ പോളിനോമിയൽസും എടുക്കാം. ഇപ്പോൾ P3 ആണെങ്കിൽ മാക്സിമം x³ വരെ വരുന്ന പോളിനോമിയൽ എടുക്കുക. അതിൻ്റെ എക്സിൻ്റെ പവർ മാക്സിമം x³ വരാവും, അതിൽ കുറഞ്ഞ് വരാം. ഇപ്പോൾ 1+x P3 ഉണ്ടെന്ന് പറയാം. കാരണം 1+x മാക്സിമം പവർ ഡിഗ്രി 3 വരെയല്ലേ പോകുന്നുള്ളൂ. 1+x പറഞ്ഞാൽ ഡിഗ്രി 1 ആണ്, 1+x² ആണെങ്കിൽ ഡിഗ്രി 2 ആണ്. അതങ്ങനെയുള്ള എല്ലാ പോളിനോമിയൽസും വെറുതെ x³ എടുക്കുക, അത് ഡിഗ്രി 3 ആണ്. മാക്സിമം ഡിഗ്രി 3 വരെ വരുന്ന എല്ലാ പോളിനോമിയൽസും എടുക്കുക. അപ്പോൾ ഇതിൽ എലമെൻറ്റ്സ് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് ആണ് ഈ പറയുന്ന n+1 വെക്ടേഴ്സ്. അതായത് 1 x x² x⁻n. ഈ പറയുന്ന n+1 വെക്ടേഴ്സ് ഉണ്ട്. കാരണം x⁻1 അവിടെ 1 2 3 n ഉണ്ട്, പിന്നെ 1 ഇല്ല. അപ്പോൾ ടോട്ടൽ n+1 ഈ തരത്തിലുള്ള വെക്ടേഴ്സ് 1 x x² x⁻n. ഇതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് P3യുടെ ബേസിസ് ആയിരിക്കും പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കുക, സ്പാൻ എസ് നോക്കുക. അപ്പോൾ സ്പാൻ എസ് എങ്ങനെയാണ്? കോമ്പിനേഷൻ എടുക്കുക. അപ്പോൾ നമ്മളിവിടെ C1 C2 പകരം A0 എന്ന് എടുക്കാം. A0 × 1 ആയത് പ്ലസ് C2 എന്ന് എടുക്കുന്ന പോലെ A1 എടുക്കുക. A1 × x പ്ലസ് A2 × x² പ്ലസ് എക്സെട്ര പ്ലസ് Cn × x⁻n An × x⁻n. ഇങ്ങനെയുള്ള എല്ലാ കോമ്പിനേഷനും ഈ മാറുന്നത് ഏതാ? ഈ പറഞ്ഞ സ്കേലാസാണ്. റിയൽ നമ്പേഴ്സാണ് മാറുന്നത്. ഇങ്ങനെയുള്ള കോഫിഷ്യൻസ് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് കിട്ടും, എല്ലാതരം പോളിനോമിയൽസും കിട്ടും. മാക്സിമം പവർ x⁻n ഉള്ള എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് ഇതിൽ കിട്ടുക. അങ്ങനെ കുറേ പോളിനോമിയൽസ് ഉണ്ടാവും. നമ്മൾ A0 A1 etc. മാറ്റി മാറ്റി വാല്യൂസ് കൊടുക്കുമ്പോൾ ഓരോരോ പോളിനോമിയലും കിട്ടും. അങ്ങനെ എല്ലാ പോസിബിൾ പോളിനോമിയൽസും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത മാക്സിമം ഡിഗ്രി x⁻n ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലുള്ളത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അതാണ് Pn. അപ്പോൾ സ്പാൻ എസ് Pn ആണ്, അല്ലെങ്കിൽ അത് സ്പാൻ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എസ് സ്പാൻസ് P എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് പ്രൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്യും? സ്കേലാസ് കൂട്ടിച്ചേർത്ത് എഴുതും. ഇവിടെ C1 C2 എക്സെട്ര എന്ന് പറയുന്നത് K1 എടുക്കുന്നത്. K1 × 1 ആദ്യത്തെ വെക്ടർ പ്ലസ് K2 × x പ്ലസ് K3 × x², സോറി K0 × 1 ആദ്യത്തെ K0 എടുക്കും. K0 × 1 C1 C2 എടുക്കുന്നതിന് പകരം K0 K1 K2 ഇങ്ങനെ Kn വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ K0 × 1 പ്ലസ് K1 × x പ്ലസ് K2 × x² പ്ലസ് എക്സെട്ര പ്ലസ് Kn × x⁻n ഈക്വൽ ടു 0 എന്ന് എടുക്കും. ഇതിന് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ പറഞ്ഞ K0 K1 K2 എക്സെട്ര Kn എല്ലാം 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ചെയ്യേണ്ടത് ടു ഷോ K0 ഈക്വൽസ് K1 ഈക്വൽസ് K2 ഈക്വൽസ് എക്സെട്ര ഈക്വൽസ് Kn ഈക്വൽ ടു 0. ഓക്കെ, സപ്പോസ് ഇത് സംഭവിക്കുന്നില്ല എന്നിരിക്കുക, കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ഇങ്ങനെ കിട്ടുന്നില്ല, എല്ലാ Kനും 0 ആയിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അതർവൈസ് ഇഫ് സം Ki not ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. ഈ സൈഡ് ഏതോ ഒരു K 0 അല്ല എന്ന് വിചാരിക്കുക.
അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇടത് ഭാഗത്ത് നമുക്കൊരു സീറോ അല്ലാത്ത പോളിനോമിയൽ കിട്ടും. ഇതെല്ലാം സീറോ ആണെങ്കിൽ പിന്നെ സീറോ ആയിപ്പോലെ. അപ്പോൾ സീറോ അല്ലാത്തൊരു പോളിനോമിയൽ കിട്ടും. ഇപ്പോൾ K2 സീറോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ K1 സീറോ അല്ലെങ്കിൽ എക്സ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ സീറോ അല്ലാത്ത ഒരു പോളിനോമിയൽ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു K നോട്ട് ഈക്വൽ സീറോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സീറോ പോളിനോമിയൽ അല്ലാത്ത ഒരു പോളിനോമിയൽ കിട്ടും. ഓക്കെ, കിട്ടും. അപ്പോൾ ആ പോളിനോമിയൽ നമ്മൾ Q ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ കിട്ടുന്ന പോളിനോമിയൽ Q ഓഫ് എക്സ് ആണ്. അപ്പോൾ Q ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടുന്നത് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഒക്കെ എത്ര എക്സ് ഉണ്ട്, മൈനസ് ഇൻഫിനിറ്റ് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്. ഇൻഫിനിറ്റ്ലി മെനി എക്സ് ഒക്കെ അതിൻ്റെ സീറോ സൊല്യൂഷനാണ്, റൂട്ടാണെന്ന് അർത്ഥം. Q ഓഫ് എക്സ് ഈക്വൽ ടു സീറോ അങ്ങനെ ശരിയാവുന്ന എക്സ് അല്ലേ. അങ്ങനെ എത്ര എക്സ് ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ബൈ 1 ഈ ഇവിടുന്ന് Q ഓഫ് എക്സ് ആണ് ലെഫ്റ്റ് സൈഡ് എടുക്കുന്നത്, സീറോ എന്ന് കിട്ടി. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ Q ഓഫ് എക്സ് ഇസ് എ നോൺ സീറോ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സീറോസ്. കാരണം ഇതൊക്കെ സീറോസാണ്, ഈ എക്സിനെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇത് Q ഓഫ് എക്സ് സീറോ ആവുന്ന എക്സിനാണ് എന്ത് പറയുക, റൂട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ സീറോ എന്ന് പറയുക ഏതിൻ്റെ Q ഓഫ് എക്സിൻ്റെ. അപ്പോൾ Q ഓഫ് എക്സ് പക്ഷേ മാക്സിമം n ഡിഗ്രി ഉണ്ടാവും. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു K നോട്ട് ഈക്വൽ ടു സീറോ ആയാൽ മാക്സിമം എക്സലേഷൻ്റെ പവറുള്ള ഒരു പോളിനോമിയൽ കിട്ടും ഈ സൈഡ്. അത് സീറോ ആവുന്നു ഫോർ എവരി എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ Q ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു നോൺ സീറോ പോളിനോമിയലാണ്. പക്ഷേ അതിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഏറ്റവും കൂടി n ഡിഗ്രി ഉള്ളൂ, പക്ഷേ അതിന് ഇൻഫിനിറ്റ്ലി മെനി സീറോസ് ഉണ്ടെന്ന് കിട്ടും. ഇത് തെറ്റാണ്. കാരണം ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണോ മാക്സിമം അത്ര സീറോസേ ആ പോളിനോമിയലിന് കിട്ടും എന്നുള്ളത് ഫണ്ടമെൻ്റൽ തിയറി ഉണ്ട്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞേ എന്തുണ്ട്, അതർവൈസ് എന്നുള്ള സംഭവം നടക്കില്ല, എന്നാൽ ഇതെല്ലാം സീറോ തന്നെയാവും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എസ്. അപ്പോൾ നേരത്തെ എസ് സ്പാൻസ് പി എന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോൾ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് സെറ്റാണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എസ് ഇസ് എ ബേസിസ് ഫോർ പി എൻ. ഓക്കെ, എസ് ഇസ് എ ബേസിസ് ഫോർ പി എൻ. അങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് കുറച്ച് വ്യത്യസ്തമായ ഒരു വെക്ടർ സ്പേസ് ആണ്. അത് M22. M22 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക M എന്ന് പറഞ്ഞാൽ മെട്രിസസ് ആണ്. 22 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ 2x2 മെട്രിക്സ്, 2 റോസും 2 കോളമുള്ള സ്ക്വയർ മെട്രിക്സ്. എല്ലാ സ്ക്വയർ മെട്രിക്സും എടുക്കുക, സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിക്സസ്. ഇതിൻ്റെ ബേസിസിൽ ശരിക്കും 2x2 4 ഇതിൻ്റെ ഡയമെൻഷൻ. 2x2 4 ഡയമെൻഷൻ. അപ്പോൾ 4 എലമെൻറ്റ്സ് ഉണ്ടാവും ഇതിൻ്റെ ബേസിസിൽ. അതെങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിൽ 1ഉം ബാക്കിയെല്ലാം സീറോ വരുന്നത്, പിന്നെ സെക്കൻഡ് പ്ലേസിൽ 1ഉം ബാക്കിയെല്ലാം സീറോ, അത് M2. പിന്നെ തേർഡ് മൂന്നാമത്തെ പ്ലേസിൽ 1ഉം ബാക്കിയെല്ലാം സീറോ, പിന്നെ M4. നാലാമത്തെ പ്ലേസിൽ 1 ബാക്കിയെല്ലാം സീറോ. ഇങ്ങനെ 4 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 4 മെട്രിക്സസ് എടുക്കും. ഇതാണ് ഇതിൻ്റെ എലമെൻറ്റ്സ്. ഈ M22 4 എലമെൻറ്റ്സ് ആയിട്ട് എന്താണ് ഈ 4 എലമെൻറ്റ്സ് ഇതിൻ്റെ ബേസിസ് ആവും എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. ഈ 4 എണ്ണം കൊണ്ട് എല്ലാ മെട്രിക്സും ഉണ്ടാക്കാൻ പറ്റും. M22 ഉണ്ടാക്കാൻ പറ്റും. M22 ഇഷ്ടം പോലെ മെട്രിക്സ് ഉണ്ട്. 2 റോയും 2 കോളമുള്ള എത്രയോ എൻട്രീസ്. ഇത് മാത്രമല്ല പലതരത്തിൽ വരാം, നെഗറ്റീവും പോസിറ്റീവും നമ്പേഴ്സ് എല്ലാം വരാമല്ലോ. അതുകൊണ്ട് M22 എത്രയോ ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ 4 എണ്ണം ഉപയോഗിച്ച് ഇതിനെ സ്പാൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ കൊണ്ട് നമുക്കിതിൽ ഏത് മെട്രിക്സിന് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണിക്കേണ്ടത്. പിന്നെ ഇത് 4ഉം ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എസ് എന്ന് എടുത്തു. സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സാധാരണ പോലെ ഇവയുടെ കോമ്പിനേഷൻ C1M1 + C2M2 + C3M3 C4M4. ഈ CI എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, സ്കേലാസ്. തീർച്ചയായിട്ടും ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇങ്ങനെ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ കാണാം. വെറുതെ മെട്രിക്സ് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണ്. കാരണം C1 C2 C3 C4 ഏത് വേണമെങ്കിൽ എടുക്കാം. എന്നാൽ അത് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണ് എന്ന് പറയുന്നത് M22 തന്നെയാണ്. അപ്പോൾ എസ് കൊണ്ട് ഇതിനെ സ്പാൻ ചെയ്യാൻ പറ്റും. ഇനി ഇത് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കേണ്ടല്ലോ. അതിനെന്ത് ചെയ്യണം, കോമ്പിനേഷൻ സ്കേലാസ് ഉപയോഗിച്ച് K1M1 + K2M2 + K3M3 + K4M4 = 0 എന്ന് എടുക്കുക. എന്താ പ്രൂവ് ചെയ്യേണ്ടത്, K1 = K2 = K3 = K4 = 0 എന്ന് ഇടണം. അപ്പോൾ ഇതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ സൈഡ് K1 K2 K3 K4 എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും, ഈ സൈഡ് 0 മെട്രിക്സും കിട്ടും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ K1 0 K2 0 എല്ലാം കിട്ടി. എന്ന് പറഞ്ഞാൽ ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബേസിസ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രോബ്ലം. ഇനി നാലാമത്തെ ഒരു പ്രോബ്ലം, ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു പ്രോബ്ലമാണ്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നല്ല. നേരത്തെയൊക്കെ 1 0 0 അല്ലെങ്കിൽ 0 1 0 എന്നൊക്കെ അല്ലേ, അല്ലെങ്കിൽ മെട്രിക്സ് അങ്ങനെയല്ലേ, ഒരു 1 മാത്രം വെച്ചിട്ടല്ലേ മെട്രിക്സ് അല്ലേ നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് വേറെ ചില വെക്ടേഴ്സ് B1 എന്ന് പറഞ്ഞാൽ 1 2 1 എന്ന് പറഞ്ഞ വെക്ടർ. അപ്പോൾ അത് R³ മനസ്സിലായില്ല, R³ എലമെൻറ്റ്സ് ആണ്. അവർ R³ വേറെ എലമെൻറ്റ് B2 എന്ന് പറഞ്ഞാൽ തന്നില്ല 2 9 0 എന്നാണ്.
മൂന്നാമതൊരു വെക്ടർ തന്നിട്ടുണ്ട് V3 3 3 4 ആണ്. ഇത് മൂന്നും കാരണം ആർ ക്യൂബാണ്, ഡയമെൻഷൻ 3 ആണ്. അപ്പോൾ 3 എണ്ണം ഉണ്ടാകും ബേസിസിൽ. ഈ 3 വെക്ടേഴ്സ് ഒരു ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ അതെടുത്തു. ആദ്യം എസ് സ്പാൻസ് ആർ ക്യൂബ് എന്ന് കാണിക്കണം അല്ലേ, ആദ്യം കാണിക്കണം അതല്ലേ. അപ്പോൾ ഇത് സ്പാൻസ് ആർ ക്യൂബ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എസ് കൊണ്ട് ആർ ക്യൂബിനെ സ്പാൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആർ ക്യൂബിൽ ഏത് എലമെൻറ്റും എസ് ഉപയോഗിച്ച് കിട്ടും അതിൻ്റെ അർത്ഥം അല്ലേ. സ്പാൻ എസ് ഈക്വൽ ടു ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ സ്പാൻ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ എസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സും ചെയ്താൽ ആർ ക്യൂബിന് ഈക്വൽ ആവുന്നല്ലേ കാണിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ആർ ക്യൂബിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും ഈ 3 എസ്സിലെ ഈ 3 എലമെൻ്റ് കൊണ്ട് കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുമെന്ന് കാണിച്ചാലും മതി. വി ഷോ എനി എലമെൻറ്റ് ബി, അത് B1 B2 B3 എടുക്കുക. ആർ ക്യൂബിൽ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള എലമെൻറ്റ് ഏതും ആവാം. അതിനെ നമ്മൾ എന്ത് കാണിക്കും, ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ K1 V1 പ്ലസ് K2 V2 പ്ലസ് K3 V3 ഫോർ സം K1 K2 K3 അങ്ങനെ ഒരു കോമ്പിനേഷൻ ആക്കി. അതായത് V1 V2 V3 കൊണ്ട് അതായത് എസ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും ഏത് എലമെൻറ്റിനെയും എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം അങ്ങനെ അങ്ങ് എടുക്കുക. ഈക്വൽ ടു പി ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ശരിയാവുന്ന കാണിച്ചാൽ പോരെ. V1 V2 V3 ഒരു ഏതെങ്കിലും ഒരു K1 K2 K3 മൾട്ടിപ്ലൈ നമ്മൾ ഉദ്ദേശിച്ച ഈ ആർ ക്യൂബിലെ വെക്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെ ആർ ക്യൂബിലെ ആ എലമെൻറ്റ് ജനറൽ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അത് വിചാരിച്ചാൽ അത് അങ്ങനെ ഉണ്ട്, അങ്ങനെ അതിനനുസരിച്ച് ഒരു K1 K2 K3 ഉണ്ടാവുമെന്ന് കാണിക്കണം. ഓക്കെ, എന്നല്ലേ പറയാൻ പറ്റും ബീനെ ഈ V1 V2 V3 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ V1 V2 V3ൻ്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, K1 ഇൻറ്റു V1ൻ്റെ വാല്യൂ, V2 എന്താണ് V3 എന്താണെന്ന് കൊടുത്തു, ഈക്വൽ ടു ബിയും B1 B2 V3 എടുത്തു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് എന്താ വരിക, K1 ഇൻറ്റു 1 അല്ലേ, ഇവിടെ K2 ഇൻറ്റു, അപ്പോൾ K1 പ്ലസ് 2 K2, ഇവിടെ 3 K3, അതാണ് ഫസ്റ്റ് വരിക, അത് B1 ആയിരിക്കും ഇപ്പുറത്ത്. ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടും. അപ്പോൾ 3 ഇക്വേഷനും 3 അൺനോൺസ് ഉണ്ട്. ഏത് K1 K2 K3 ആണ് നമുക്ക് അറിയേണ്ടത്, ഇത് ഉണ്ടാവുന്ന കാണിക്കേണ്ടത്. ഇത് ശരിയാവുന്ന രീതിയിൽ K1 K2 K3 കണ്ടുപിടിക്കാൻ പറ്റുന്നത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷനെ നമുക്കൊരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെ മാറ്റാം. ഇങ്ങനെ മാറ്റിയിട്ട് K1 K2 K3 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് കാണിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം, ഇതിന് ഡിറ്റർമിനൻ്റ് കണ്ടുവെക്കുക. ഡിറ്റർമിനൻ്റ് കണ്ടാൽ നമുക്കത് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് -1 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് കാണുന്ന നമുക്ക് അറിയാലോ, -1 ആയിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് A ഇൻവേഴ്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് K1 K2 K3 കിട്ടും. K1 K2 K3 കിട്ടും ഇതിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു B1 B2 B3 എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വാല്യൂ കിട്ടും K1 K2 K3. അപ്പോൾ അതുകൊണ്ട് K1 K2 K3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സ്പാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം കണ്ടുപിടിച്ചത്. അതായത് ഏതൊരു എലമെൻറ്റ് ആർ ക്യൂബിൽ എടുത്താലും ഈ പറഞ്ഞ V1 V2 V3ൻ്റെ കോമ്പിനേഷനായിട്ട് 3 K1 K2 K3 3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ കണ്ടത്. എന്ന് വെച്ചാൽ എസ്സിൽ ഏത് എലമെൻറ്റിനെയും V1 V2 V3 കൊണ്ട് കോമ്പിനേഷൻ ആക്കി ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ V1 V2 V3 കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും എന്തിനെ, ആ പറയുന്ന നമ്മുടെ ആർ ക്യൂബിനെ. ഓക്കെ, ഇനി ഒരു കാര്യം പ്രൂവ് ചെയ്യാണ്ട് എസ് എന്ന് പറഞ്ഞ സെറ്റ്, അതായത് V1 V2 V3 ലീനിയർലി ഡിപെൻഡൻ്റ്. അത് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ പോലെ ഈക്വൽ ടു 0 കോമ്പിനേഷൻ K1 V1 പ്ലസ് K2 V2 പ്ലസ് K3 V3 ഈക്വൽ ടു 0 എന്ന് എഴുതി. അതും ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി നേരത്തെ പോലെ മാറ്റി ഇങ്ങനെ കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 അല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻവേഴ്സ് കൊണ്ട് നേരത്തെ പോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഇപ്പുറത്ത് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതൊന്നും ക്യാൻസൽ ആവും, ഇൻവേഴ്സ് ഉണ്ട്. അതുതന്നെ ഇവിടെ ലെഫ്റ്റിൽ. അപ്പോൾ K1 K2 K3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു ദിസ്. പക്ഷേ ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിക്കോട്ടെ, ഒരു മെട്രിക്സ് ഉണ്ടാവും ഇൻവേഴ്സ്, കാരണം ഡിറ്റർമിനൻ്റ് 0 അല്ലാത്തതുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എന്താണ് ഇത് പിന്നെ 0 0 0 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് 0 0 0 എന്ന് കിട്ടും. അപ്പോൾ K1 0 K2 0 K3 0 എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായ പ്രോബ്ലമാണ്. ഇനി നമ്മളൊരു ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. അതായത് നമുക്കൊരു വെക്ടർ സ്പേസിൻ്റെ വിയുടെ ബേസിസ് അറിയാം, V1 V2 Vn ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, തീർച്ചയായിട്ടും ഈ വെക്ടർ സ്പേസിനെ അതുകൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ സ്പേസിലെ ഏത് എലമെൻറ്റും ഇവയുടെ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഒരു V ബിലോങ്സ് ടു V, വെക്ടർ സ്പേസിൽ ഒരു എലമെൻറ്റ് എടുത്താൽ ആ Vനെ ഈ പറഞ്ഞ V1 V2ൻ്റെ കോമ്പിനേഷൻ C1 V1 പ്ലസ് C2 V2 Cn Bn എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ C1 C2 Cn എന്ന് പറഞ്ഞ സ്കേലാസ് ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ സ്കേലാസിനെ B എടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായി കിട്ടുന്ന C1 C2 Cn എന്ന് പറഞ്ഞ സ്കേലാസിനെ എന്ത് പറയും, Bയുടെ കോർഡിനേറ്റ്സ് ആണ് എന്തിനനുസരിച്ചിട്ട് റിലേറ്റീവ് ടു ദ ബേസിസ് V1 V2 Vn. V1 V2 Vn എന്ന് പറഞ്ഞ ബേസിസ് ഗിവൺ, അത് ഫിക്സഡ് ആണ്, അത് മാറില്ല. പക്ഷേ B തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു വെക്ടർ, അപ്പോൾ അതിനെ കോമ്പിനേഷൻ ആക്കി എഴുതാൻ സ്പാൻ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അതിന്
ആ വിക്ക് പകരം നമുക്ക് സ്പാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കേലാസിനെയാണ് ആ വിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അത് റിലേറ്റിവിറ്റി ഈ ബേസിസാണ് മാത്രം, അല്ലേ? അതിന് നൊട്ടേഷനാണ് വി എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് ഇങ്ങനെ കാണിക്കും. റിലേറ്റിവിറ്റി എസ് ആണെന്ന് കാണിക്കുക, താഴെ എസ് ഇടും, എന്നിട്ട് ഇങ്ങനെ എഴുതും, C1 C2 C എന്ന് എഴുതും. ഓക്കെ, ഇതാണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നൊരു പ്രോബ്ലം നോക്കാം. ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഒരു P(x) എവിടെയാണ് നമ്മൾ ബി എടുക്കുന്നവരാണ്. ഇത് പക്ഷേ P2ലാണ്. ഇവിടെ വെക്ടർ സ്പേസ് P2 ആണ്, പോളിനോമിയൽസ് ആണ്. അപ്പോൾ അവിടെ ഒരു എലമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോളിനോമിയലായിരിക്കും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ അവിടെ പോളിനോമിയലാണ്. 1 - 2x + 3x² ആണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഈ ബേസിസിനനുസരിച്ചിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ ഇതിൻ്റെ കോമ്പിനേഷനാക്കി ഇതിനെ എങ്ങനെ എഴുതാം? ഈ പറഞ്ഞ വിനെ അല്ലെങ്കിൽ P(x)നെ ഈ പറയുന്ന V1 V2 V3 ഉപയോഗിച്ച് അതിൻ്റെ കൂടെ ഏതൊക്കെ സ്കേലാസ് ഉപയോഗിക്കണം, ആ സ്കേലാസ് മൂന്നിനെയാണ് നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് പറയുന്നത്. അപ്പോൾ P(x) എന്ന് പറയുന്നത് ഒരു k0 × 1 + k1 × x + k2 × x² എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ അപ്പോൾ k1 k2 ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ഏത് ബേസിസ്? റിലേറ്റീവ് ടു 1x x². അപ്പോൾ ഇവിടെ നമുക്ക് P(x)നെ അങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിച്ച ഏതൊക്കെയാണ്? ഒന്ന് 1 ഉണ്ട്, പിന്നെ ഒന്ന് -2 ഉണ്ട്, 3 ഉണ്ട്. ഈ 3 സ്കേലാസാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഇതിനനുസരിച്ച് 1x x²നെയാണ് ഇത്. 1x x² അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഒന്ന് 1, ഒന്ന് -2, 3. ഇതിനാണ് കോർഡിനേറ്റ്സ് പറയുന്നത്. അപ്പോൾ അതാണ് P(x)ൻ്റെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് എസ്, അതായത് 1x x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഫിഷ്യൻസ് ആയിട്ട് വരുന്നത് 1 -2 3 ആണ്. ഓക്കെ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വേറൊരു മെട്രിക്സിൻ്റെ പ്രോബ്ലം, ABCD എന്ന് പറഞ്ഞ മെട്രിക്സ്. അതിൻ്റെ M1 M2 M3 M4 അടിച്ചുള്ള കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ABCD നമുക്ക് ഒരു ABCD കോമ്പിനേഷനായിട്ട് ഈ പറഞ്ഞ M1 M2 M3 M4ൻ്റെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച കോഫിഷ്യൻസ് എയും ബിയും സിയും ഡി ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ അത് എന്തായിരിക്കും? ABCD ആണ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഒരു വെക്ടർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് R³ അത് ഒരു ബേസിസ് വേറെ തന്നിട്ടുണ്ട്, അത് വേറെ ബേസിസാണ് കണ്ടോ, ഇങ്ങനെ 3 ബേസിസ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ വിനെ ഒരു C1 V1 + C2 V2 + C3 V3 എന്ന് എഴുതിയാൽ C1 C2 C3 എന്താണോ അതാണ് വിയുടെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് ഏത്? ഈ V1 V2 V3 എന്ന് പറഞ്ഞ ബേസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ C1 × V1 തന്നിട്ടുണ്ടല്ലോ എഴുതി, + C2 × V2 എഴുതി, C3 × V3 എഴുതി, = B എന്ന് കൊടുത്തു. V തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഇക്വേഷൻ വരും. ഈ ഇക്വേഷൻ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അത് ഓരോ സ്റ്റെപ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പറഞ്ഞ C1 C2 C3 കണ്ടുപിടിക്കുന്നത് കൃത്യമായിട്ട് സ്റ്റെപ്പ് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് C1 C2 C3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് കോർഡിനേറ്റ്സ്. അതിവിടെ എന്താണ്? C1 1 ആയിരിക്കും, C2 -1 ആയിരിക്കും, C3 2 ആയിരിക്കും. ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റും. ശരി, നേരെ തിരിച്ചുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് പിന്നെ ഒരു കോർഡിനേറ്റ്സ് തന്നാൽ ബേസിസ് എങ്ങനെ അല്ല ഒരു വെക്ടർ എങ്ങനെ എഴുതാം? അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, -1 3 2 ആണ്. അപ്പോൾ ആ വെക്ടർ എങ്ങനെ എഴുതുക? V = ഇതിൻ്റെ C1 ഇത് C2 ഇത് C3. അപ്പോൾ C1 V1 + C2 V3 V2 + C3 V3 ഇങ്ങനെയാണ് V എഴുതുക. അപ്പോൾ ഇവിടെ നേരത്തെ പ്രോബ്ലം ആണല്ലോ, നേരത്തെ പ്രോബ്ലത്തിൽ V1 V2 V3 തന്നിട്ടുണ്ട്. C1 C2 C3 ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ ആക്കി എഴുതിയാൽ V കിട്ടും. അങ്ങനെയാണ് നമ്മൾ V കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഈ P3 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി <= 3, ഏറ്റവും കൂടിയ ഡിഗ്രി 3 വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. അതിന് ഇതൊരു ബേസിസ് ആവും. അതായത് 1 + x 1 - x 1 - x² 1 - x³ എന്നുള്ള 4 എണ്ണം. എന്തായാലും 3 ആണെങ്കിൽ P3 ആണെങ്കിൽ 3 + 1 4 എണ്ണം ഉണ്ടാകും ബേസിസിൽ. കാരണം P എന്ന് പറഞ്ഞതിന് n+1 എണ്ണം ബേസിലുണ്ട്. കാരണം നേരത്തെ സ്റ്റാൻഡേർഡ് ബേസ് പഠിച്ചാണ് 1 x x² etc x⁻n ഇങ്ങനെ n+1 വെക്ടേഴ്സാണ് ബേസിസ് ആവുന്നത്. ഇത് വേറൊരു ബേസിസാണ്. അത് ഒന്ന് 1 + x ആണ്, 1 - x ആണ്, 1 - x² ആണ്, 1 - x³ ഇങ്ങനെ 4 എണ്ണം. P3 ആയതുകൊണ്ട് 3 + 1 4 എണ്ണം ബേസിസിലുണ്ടാവും. അപ്പോൾ ഈ എസ് എന്ന് എടുക്കുക. ഇത് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അറിയാമല്ലോ. സ്പാൻ കാണുക. സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ C1 C2 കൂട്ടിച്ചേർത്ത് എല്ലാ പോസിബിലിറ്റി എഴുതുക. പക്ഷെ അങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വീണ്ടും കോൺസ്റ്റൻ്റ് ആദ്യം എഴുതി, പിന്നെ x എഴുതി, പിന്നെ x² എഴുതി, പിന്നെ x4 എഴുതി. അപ്പോൾ വീണ്ടും ഇതൊരു A0 എന്ന് എഴുതി, ഇതൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. ഇതൊരു A1 എഴുതി, ഇതൊരു A2 എഴുതി, A3 എഴുതി. അപ്പോൾ വീണ്ടും കിട്ടുന്നത് എന്താ? പോളിനോമിയൽ ഓഫ് ഡിഗ്രി @3 ആണ്.
എന്ന് പറഞ്ഞാൽ P3 കിട്ടുക. സെറ്റ് ഓഫ് ഓൾ ആണോ, സെറ്റ് ഓഫ് ഓൾ സച്ച് പോളിനോമിയൽസ് മാക്സിമം ഡിഗ്രി 3 വരുന്നത് എന്ന് പറഞ്ഞാൽ P3 തന്നെയാണ്. അപ്പോൾ സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ P3 ആണ്. പിന്നെ കോമ്പിനേഷൻ 0 എന്ന് കൊടുത്തിട്ട് C1 × 1 + C2 × 1 - C3 C4 0 എന്ന് കൊടുത്തിട്ട് C1 ഉം C2 ഉം C3 ഉം C4 0 എന്ന് കാണിക്കണം. അതാണ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതും ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ പക്ഷേ ഇവിടെ C1 + C2 + C3 + C4 × 1 ആയത്. പിന്നെ C1 - C2 × X ആണ്. ഇത് -C3 × X² ആണ്. ഇത് -C4 × X³ ആണ്. അപ്പോൾ ഈ 1 X X² X³ എന്നുള്ളത് നമുക്കറിയാം ബേസിസ് ആണ്. നമുക്കറിയാം അത് ബേസാണ്, സ്റ്റാൻഡേർഡ് ബേസാണ്. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ കൂടെ വരുന്ന എല്ലാം 0 ആവണം. അതിൻ്റെ കൂടെ വന്ന സ്കെയിലാസ് ഒന്ന് ഇത് 3 4 ഇതെല്ലാം 0 ആണ്. അതാണ് ഇത് എഴുതിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ നമുക്ക് C1 C2 C3 C4 എല്ലാം 0 എന്ന് കിട്ടും. അതുകൊണ്ട് ഇതും ഈ പറഞ്ഞ 1 + X 1 - X 1 - X² 1 - X³ അതായത് എസ്സും ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ് കിട്ടും. അതുകൊണ്ട് ബേസിസ് ആവും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് W = 1 1 റിലേറ്റീവ് ടു ദ ബേസിസ് U1 U2. U1 U2 എന്താ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ 1 1നെ ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കി എഴുതിയാൽ എന്താണ് കോഎഫിഷ്യൻസ് കിട്ടുക എന്നാണ് നോക്കേണ്ടത്. അതായത് C1 C2 കണ്ടുപിടിക്കണം. Wനെ C1 U1 + C2 V2 എന്ന് എഴുതണം. അപ്പം Wൻ്റെ C1 C2 ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് എസ് എന്ന് പറഞ്ഞാൽ U1 U2. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ C1 × U1 ഇതാണ് പ്ലസ് C2 × U2 = W എന്ന് എഴുതി. സോൾവ് ചെയ്താൽ നമുക്ക് C1 C2 കണ്ടുപിടിക്കാൻ പറ്റും ഇതുപോലെ. അപ്പോൾ C1 എന്നുള്ളത് 5/28 ഉം C2 എന്നുള്ളത് 3/14 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെക്ഷൻ ഓവർ. ഓക്കെ, താങ്ക് യു.